ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു കേട്ടോ. രാവിലെ തന്നെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണേ. എൻ്റെ ക്ഷീണമൊക്കെ കുറച്ചൊക്കെ മാറി, നല്ല സൗണ്ടൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നതുള്ളേ. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുക്കി എത്തിയേക്കുവാണേ. ഹോസ്പിറ്റലിൽ പോകാമെന്ന് കേട്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. വേറെ എവിടെ കൊണ്ടുപോയാലും ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാലാണ് അവളുടെ അസുഖം മാറത്തുള്ളേ. അതുകൊണ്ട് എന്നാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. 8:30 തൊട്ട് 1 മണി വരെയാണ് ഡോക്ടറെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:30 തൊട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് ഓർത്തേ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നു കേട്ടോ. ഞങ്ങൾ ബസ്സിനാണേ പോകുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് നിന്നതേ ആദ്യം ഒരു ബസ് പോയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ബസ്സും കൂടെ വന്ന് ബസ്സിൽ കയറി. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. ആളുടെ മുഖത്ത് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അകലെ മീനൊക്കെ ഉണ്ട് കാണാൻ. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്ക് വല്ലതൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇരുന്നപ്പോഴത്തേനും ഒരാൾ കയറിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടുള്ള ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള അതേ ബസ് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് തിരിച്ചും കിട്ടിയത്. സെയിം ബസ് തന്നെ. കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ കടയിൽ കയറിയിട്ട് അവൾക്ക് ജെല്ലിമിഠായി മേടിച്ച് കൊടുത്തു കേട്ടോ. ജെല്ലിമിഠായി മാത്രമല്ല, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. രാവിലെ ആയതുകൊണ്ട് കടയൊക്കെ തുറന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷേ ചായയൊന്നും കിട്ടിയില്ല. കിട്ടാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കടയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അവരെ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക കുടിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ശീലമായി മാറിയിട്ടോ. കാരണം എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ അല്ലേ പുറത്തിറങ്ങുന്നുള്ളൂ. ഇനി ഞാൻ അവളോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചാണ് കേട്ടോ. അതൊരു 1.5 ചിരിയായിപ്പോയി. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണേ, ബസ്സിലാണേ. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് ഈ ഒരു സൈഡെല്ലാം നല്ല വെള്ളമായിരുന്നു കേട്ടോ. നല്ല വെള്ളം കയറി കിടക്കുമായിരുന്നേ. ഇപ്പോൾ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. വെള്ളമൊക്കെ നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. ഇനി മഴ പെയ്യാതിരിക്കട്ടെ, മഴ പെയ്താലും വെള്ളം കയറാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ. ചേട്ടായി വണ്ടിയൊക്കെ ഈ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ കണ്ടോ, ഈ ബേക്കറി കടകളിലെല്ലാം വെള്ളമായിരുന്നു കേട്ടോ. ചേട്ടായി അപ്പുറത്ത് ഒരു ജ്വല്ലറിയുടെയൊക്കെ അപ്പുറം കൊണ്ട് വണ്ടിയൊക്കെ അവിടം വരെയെങ്ങാണ്ട് വണ്ടി തള്ളിയാണ് കൊണ്ടുപോയെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ പിറ്റേ ദിവസം പോയപ്പോഴാണെങ്കിലും അവിടെ വണ്ടി വെച്ചിട്ട് നടന്നൊക്കെയാണ് കേട്ടോ പോയത്. നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട് കടകളിലെയൊക്കെ സൈഡിൽ കൂടെ കണ്ട വെള്ളം വന്നതിൻ്റെയൊക്കെ ഭയങ്കര വേസ്റ്റും ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അവിടെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് വരുവാണെങ്കിൽ പാലായ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇവിടെ പാലായി തന്നെ കാണിക്കുന്നുള്ളതുകൊണ്ട് അവിടെ തന്നെ കൊണ്ടുപോകണം കേട്ടോ. അവിടെ കൊണ്ടുപോയാൽ തന്നെ കൊച്ചിനൊരു ആശ്വാസമാണ്. അവിടെ പോയി ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ സെറ്റായേ. പിന്നെ ആ ഡോക്ടറെയൊക്കെ ആണെങ്കിലും നല്ല പരിചയമാണ് കേട്ടോ. നമ്മളെപ്പോഴും ചെന്ന് വണ്ടി കയറി കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിയിട്ട് ക്ഷീണമുണ്ടെന്ന് തോന്നോട്ടെ. ഇന്നലെ രാത്രിയെല്ലാം നല്ല പനിയായിരുന്നു, അതിൻ്റെ ക്ഷീണമുണ്ട്. ഞാൻ പിന്നെ ഓർത്ത് 3/4 മണിക്കൂറുണ്ടല്ലോ, അത്ര നേരം ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ ഓർത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ആൾ ഓക്കെ ആയിട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ഓക്കെ ആയേ. വലിയ മഴ വരാൻ തുടങ്ങുന്നുണ്ട്. എന്നാലും മഴയ്ക്ക് പോയി വീട്ടിൽ കയറണം. ഈ സൈഡ് വഴി എല്ലാം വെള്ളമാണേ. അപ്പോൾ വീട് എത്താറായിട്ടോ. ഇവിടെ കാണാം. ടാറ്റാ ടാറ്റ പറഞ്ഞു.